ഇത് കാണുന്നുണ്ടോ? ഇതൊരു ചെടി ഞാൻ പറിച്ചുകൊണ്ട് പോവാണ്. ഇത് എന്താണെന്നറിയാം നിങ്ങൾക്ക് ഗൈസ്? ഗൈസ്, അപ്പം ഇന്നൊരു പുതിയ സാധനം കൊണ്ടാണ് ഞാൻ വന്നേക്കണേ. ഇതിപ്പോൾ നിങ്ങളവിടെ ഉണ്ടാവുമോയെന്ന് എനിക്കറിയില്ല. എന്താ ഈ കാട്ടി കിട്ടുന്ന സാധനം കൊണ്ട് മാത്രം വരുന്നതെന്നൊന്നും ചോദിക്കരുത്. ഇവിടെ ഇതേ ഉള്ളൂ. നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. മരത്തിൽ നിന്ന് കൊലയോട് ആരോ പറിച്ചിട്ടിട്ട് അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ്. നിങ്ങൾക്ക് ഇത് കാണുന്നുണ്ട്. ഇത് എന്താന്ന്? ഇതിൻ്റെ പേര് കാട്ട് നാവൽ എന്നാണ്. അമ്പലത്തിൽ നിന്ന് പാട്ടിട്ടിട്ടുണ്ട്. വൈകുന്നേരമായി ഗൈസ്. ഇപ്പോഴാണ് ഞങ്ങൾക്ക് കിട്ടണേ. ഇത് കണ്ടോ ഗൈസ്? നിങ്ങളിവിടെ വലിയ നാവലാണോ ഇല്ലേ ഈ കാട്ട് നാവലൊക്കെ കിട്ടുമോ എന്നുള്ളത് എനിക്കറിയില്ല. ഞങ്ങളിവിടെ എൻ്റെ വീട്ടിൻ്റെ മുന്നിൽ തന്നെ ഈ കാട്ടുനാവലുണ്ട്. സോ ഇന്ന് കുറേ പേര് വന്നത് പറിക്കുന്നുണ്ടായിരുന്നു. ഈ ദിവസമായി ഇത് കഴിച്ചിട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ട് പോലും ഇല്ലായിരുന്നു കേട്ടോ. എന്തല്ലോ ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട്. നമ്മൾ കാട്ടിൻ്റെ ഇടയ്ക്കായോണ്ടേ ഒരുത്തിനെ കാണിച്ചു തരാവേ. കുറിച്ച് നടക്കുന്ന നിങ്ങൾക്ക് കാണുന്നുണ്ടോ? എൻ്റെ പൂച്ചയാണ്. ഈ മരത്തിൽ നിന്ന് ഇറങ്ങി ഇത് കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവള്. ഡി ഇവിടെ വാക്കുട്ടൂസ് എന്നാണ് കേട്ടോ. കണ്ടോ, എൻ്റെ ഫ്രെയിമിൽ തന്നെ കാണുന്നുണ്ടോ അവളെ. സോ ഈ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്രയും നേരമായിട്ട് അവർ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വലിയൊരു മര്യാദ ഇല്ല, കാരണം നമ്മുടെ വീട്ടിന് മുന്നിലുള്ളതാണ്. പക്ഷേ തുരുതുരേന ആൾക്കാർ വന്നത് പറിച്ചുകൊണ്ടേയിരിക്കുക. നമുക്ക് പോലും ഒന്നും കിട്ടിയിട്ടില്ല. അവർ നേരെ വരിക, അവർ പറിക്കുന്നുണ്ട്, അടിയോടെ വെട്ടി പോകുന്നുണ്ട്. അവർ കൊമ്പ് അങ്ങനെയായിട്ട് ഇപ്പോൾ മരമാണെങ്കിൽ മരത്തിൻ്റെ കൊമ്പ് ചെയ്ത് അങ്ങനെ മുറിച്ചെടുത്തുകൊണ്ട് പോവുകയാണ്. സോ നമുക്കൊരു ചെറിയ കൊമ്പ് താഴെ വീണത് എൻ്റെ അനിയൻ പൊക്കിക്കൊണ്ട് വന്നിട്ട് ഇന്നാ നേരത്തെ വീഡിയോ എടുത്തു എന്ന് പറഞ്ഞ് തന്നതാണ് കേട്ടോ. സോ ശരി, എന്തായാലും അവൻ കൊണ്ടുവന്നല്ലേ, ഇനി വൈകുന്നേരമായി വിളിച്ചില്ലെന്നൊന്നും നോക്കാതെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ ഇത് ടേസ്റ്റിലൊന്നും വ്യത്യാസം ഉണ്ടാവില്ല. നാവൽ പോലെ തന്നെ അതേ ടേസ്റ്റ് തന്നെ ആയിരിക്കും. ഇത് പെട്ടെന്ന് പൊഴിയുന്നുണ്ട്. അവർ പൊഴിഞ്ഞതും പെറുക്കി എല്ലാം പെറുക്കിക്കൊണ്ട് പോയി. നമുക്കൊന്നും കിട്ടിയില്ല. സങ്കടമുണ്ട് ശരി, എന്നാലും കുഴപ്പമില്ല. കഴിക്കണമെങ്കിൽ കഴിക്കട്ടെ എന്ന് വെച്ചാൽ ഞാനും വിട്ടു. സോ കഴിച്ചു നോക്കാം. ഞാനും ഇത്രയും ദിവസമായിട്ടിത് കഴിച്ചിട്ടില്ല. ഈ പ്രാവശ്യം ഉണ്ടായി കഴിഞ്ഞിട്ട്. സോ ഒന്ന് നമുക്ക് പറിക്കാം. ഇതാട്ടോ, ഇത്രയും വലുപ്പേ ഉള്ളൂ ഈ നാവല്. പക്ഷെ ഭയങ്കര നല്ലതാണ് കേട്ടോ ഗൈസ്. ഇവിടെ ഒരു ഓർഗാനിക് ആയിട്ട് ഭയങ്കരമായിട്ട് ഉണ്ടായി കുറേ ഉണ്ടായിട്ടുണ്ട്. സോ നമുക്ക് കഴിക്കല്ലേ. അതങ്ങനെ ആവാത്തൊരു കുഞ്ഞ് നാവലിന് എനിക്ക് കിട്ടിയ. തീരെ ആയിട്ടില്ല. അതിലും ദശയൊന്നും ആയിട്ടില്ലായിരുന്നു. സ്റ്റിൽ കുഴപ്പമില്ല. വേറെ ഒന്നും പറിക്കാം. ഇതാ, കുറച്ച് വലുപ്പമുണ്ട്. കാണാൻ കഴിയുന്നുണ്ടോ ആവോ? ഇവിടെ ഒരുത്തിയുണ്ട്, കാണുന്നുണ്ടോ അവളെ? അതാണ് എൻ്റെ കുട്ടൂസാണ് കേട്ടോ. അത് കുട്ടൂഷേ. അപ്പോൾ കുറച്ച് വെളിച്ചൊക്കെ വരുന്നുണ്ട്. ഇത് ഇതാട്ടോ, ഇതായിട്ടാ നല്ലുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഗൈസ്. നിങ്ങളും ഇതങ്ങനെ കുരുവൊക്കെ വരും. കുരുത്ത് പോയി കളയാം. അപ്പം ഇങ്ങനത്തെ പുതിയ സാധനങ്ങൾ നമുക്ക് അങ്ങനെ വീട്ടിലൊക്കെ ഉള്ളപ്പോൾ കിട്ടും, എന്നല്ലാതെ വേറെ അവിടെ നിന്നും കിട്ടില്ല. ഇവിടെ കുറേ സാധനങ്ങളുണ്ട്. പക്ഷെ എക്സ്പ്ലോർ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ഒത്തിരി ഉണ്ട്. പക്ഷെ പറ്റുന്ന പോലെ ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു തരാം. ഇതിപ്പോൾ കാട്ട് നാവലാണ്. ഇതവിടെ കിട്ടുമെന്ന് അറിയില്ല. കാണുന്നവരാരെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇടുക. ദയവ് ചെയ്തിട്ട് ഇതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് ലൈക്ക് ചെയ്യുക. ഇന്ന് കുറേ ഡിസ്റ്റർബൻസ് ഉണ്ട്. അമ്പലത്തിൽ നിന്ന് പാട്ടിട്ടുണ്ട്. തൊട്ടടുത്ത അമ്പലം. ഇതൊക്കെ ഞാൻ വേറൊരു ദിവസം വീഡിയോ ആയിട്ട് കാണിച്ചു തരാം. ഒരു തനിച്ചൊരു വീഡിയോ ആക്കിയിട്ട്. എന്നാൽ ശരി, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ ഗായ്സ്. ഇപ്പം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അച്ഛൻ കേട്ടിട്ട് എന്താണെന്ന് ചോദിച്ചു. ഇപ്രാവശ്യവും കാട്ടുമാങ്ങയാണോന്ന് ചോദിച്ചപ്പോൾ അല്ല, ഞാൻ നാവൽ പറിച്ചോ അത് കാണിച്ചതാണെന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞു അതിൻ്റെ ഹെൽത്തിൻ്റെ ബെനിഫിറ്റ്സും കൂടെ പറഞ്ഞു കൊടുക്കുക. വെറുതെ ഇങ്ങനെ വീഡിയോ ഇട്ടാൽ മതി, എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ട് കൊടുക്കണമല്ലോ എന്ന്. അപ്പോൾ ഞങ്ങൾക്ക് അറിഞ്ഞാൽ ഞാൻ കുറച്ച് ബെനിഫിറ്റ്സ് പറഞ്ഞുതരാം. പിന്നെ ഇത് എങ്ങനെ ഇൻടേക്ക് ചെയ്യേണ്ടതെന്നും പറഞ്ഞുതരാം. ഇത് നാവൽ മരത്തിൻ്റെ പട്ട അതെടുത്ത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കൊടുത്താൽ അത് ഡയബറ്റിക് പേഷ്യൻസിന് ഏറ്റവും നല്ലൊരു ഒരു മരുന്നാണ്. അത് ഭയങ്കരമായിട്ട് ഡയബറ്റിക്കിനെ ട്രീറ്റ് ചെയ്യും. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാനും ഭയങ്കര നല്ലൊരു സംഭവമാണ്. അച്ഛൻ പറയുന്നത് ഇതിനേക്കാളും നല്ലൊരു മരുന്ന് ഡയബറ്റിക്സിന് വേറെ ഇല്ല. അത്രയും നല്ലൊരു മരുന്നാണ് ഇത് എന്നാണ് പറഞ്ഞത്. അതുമല്ലാതെ ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് ഇതിൻ്റെ കുരു എടുത്ത് ഉണക്കി പൊടിച്ച് പാലിലിട്ട് കുടിക്കുന്നത് നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. സ്കിൻ നല്ലപോലെ ഗ്ലോ ആകും, ബ്രൈറ്റൻ ആവും, വെളുക്കും എന്ന് തന്നെ ഞാൻ പറയാം. അതുമല്ലാതെ ഈറ്റിംഗ് ഇത്
സാധാ റോ ആയിട്ട് ഇൻടേക്ക് ചെയ്താലും വളരെ നല്ലതാണ് നമ്മുടെ സ്കിന്നിന്, ഹെൽത്തി ആയിരിക്കും. അതും പോരാതെ ഡൾ സ്കിൻ ഗ്ലോ ആവാൻ വേണ്ടിയിട്ടും ഒരു ഫെയർ ആക്കി മാറ്റും. സൂപ്പറായിട്ടുള്ളൊരു സ്കിൻ കിട്ടും. ഇതാണ് ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ്. സോ ഇത് ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ എടുക്കുന്ന വീഡിയോ ആണ്. എൻ്റെ അച്ഛൻ കേട്ട് അച്ഛൻ നിങ്ങളോട് പറയാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങളാണ്. എന്തായാലും ഒരു 10-50 പേരെങ്കിലും കാണും. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി ഹെൽപ്ഫുൾ ഫോർ ദോസ് പീപ്പിൾസ്. അത്രയേ ഉള്ളൂ.